എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്റെ സംവിധാനം. അതുകൊണ്ട് കണ്ടവര് പ്രേക്ഷകരാ പറയേണ്ടത്, അവരാണല്ലോ അഭിപ്രായം പറയേണ്ടത്. നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു, നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ, അവര് പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ. ഓക്കെ, താങ്ക് യു. നല്ല ഫിലിമാണ്. പടം അടിപൊളി പടം, നൈസാണ്. സൗബിൻ പൊളിച്ച് നൈസ് അടിപൊളി പടമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്റെ സംവിധാനം. അതുകൊണ്ട് കണ്ടവര് പ്രേക്ഷകരാ പറയേണ്ടത്, അവരാണല്ലോ അഭിപ്രായം പറയേണ്ടത്. നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു, നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ, അവര് പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ. ഓക്കെ, താങ്ക് യു. പീഡനം അനുഭവിക്കുന്ന ആണുങ്ങൾക്ക് ഒരു നല്ലൊരു ഇതുണ്ട്, അല്ലാതെ വേറെ ഒരു ഇതൊന്നുമില്ല. ഒരു കഥയ്ക്ക് ഒരു പുതുമയൊന്നുമില്ല. സ്റ്റോറി ഡയറക്ഷനും എല്ലാം ഒരു പ്രത്യേക ഒരു പുതുമയൊന്നുമില്ല. അതിലൊരു ത്രെഡ് മാത്രം എടുത്തു പറയാൻ പറ്റുമെങ്കിൽ, എന്താ പറയാ, ദത്ത് നിൽക്കുന്ന പുരുഷന്മാർക്ക് ഒരു പാടാണ്, അത് മാത്രമുണ്ട്. ബാക്കിയെല്ലാം കൊണ്ട് പടം ഒരു സീരിയൽ വൈബാണ്. നല്ല പടം, സൂപ്പർ പടമാണ്. ഫീലിംഗ്, ഒരു ഷൈനസ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സിനിമ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. രണ്ടും നല്ലതായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ഈ സിനിമ ഉന്നയിക്കുന്ന വിഷയം ഒരു സമകാലികമാണ്. അതായത് ആണിനും പെണ്ണിനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ നിലപാടെന്നാണ് ആ കാര്യത്തില്? കറക്റ്റ് അല്ലേ? നമ്മളെല്ലാം ഇക്വാലിറ്റി ഇക്വാലിറ്റി ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. കറക്റ്റ് ആണ്, അതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് വളരെ കറക്റ്റ് ആണ്. അത് വളരെ നല്ലൊരു കഥയിലൂടെ പറയാൻ സാധിച്ചതിൽ സന്തോഷം. ആ സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പൊ സ്ത്രീ പുരുഷന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിയമം പ്രവർത്തിക്കുന്നതായിട്ട് തോന്നലുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ നിലപാട് എന്താണ്? എങ്ങനെ പറയണം? ജുഡീഷ്യറി കുറച്ചുകൂടെ മെന്നെയും കൂടി കുറച്ചുകൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോഴത്തെ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് വിമനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഫാമിലി കോർട്ട് വരുമ്പോ, അനുഭവസ്ഥയായിട്ട് പറയാം, ഫാമിലി കോർട്ടിന്റെ കേസസ് വരുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറൻസസ് കൊടുക്കുന്ന ഒരു മേഖലയാണത്. അത് തിരുത്തി കുറിക്കേണ്ട സമയമായി. അതിനെക്കുറിച്ച് അയ്യോ സന്തോഷമുണ്ട്. ഫസ്റ്റ് ആയിട്ടേ ഉള്ളത്, കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട്. ഞാൻ ഇടയ്ക്കിന് മുന്നേ ചെറിയൊരു രീതിയിൽ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. സന്തോഷം. അപ്പോൾ ഫാമിലീസ് വരട്ടെ. ഫാമിലീസാണ് ശരിക്കും, ഫാമിലി സബ്ജക്റ്റ് ആണ്, ഒരു കുഞ്ഞു ചിത്രമാണ്. അതിലൊരു ചെറിയൊരു കോണ്ടന്റ് ആണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. നാടൻ കഥാപാത്രം. അത് രസമായിരുന്നു. കാരണം ഇവരെല്ലാവരുടെയും കോമ്പിനേഷൻ, സൗമിക്കുണ്ട്, ദിലീഷേട്ടനുണ്ട്, ധ്യാനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഭയങ്കര റോ ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നത്. വർക്കൗട്ട് ആയിട്ടൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയല്ല. നമ്മള് സ്വന്തമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നോക്കൂലേ. ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മുടെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്താൻ നോക്കും. ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും മെച്ചപ്പെടുത്താൻ നോക്കും. ഫീൽ ഗുഡ് മൂവി, നല്ലൊരു ഫാമിലി മൂവി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നല്ലൊരു കഥ. നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമിതയും സൗബിനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ അടിപൊളിയായിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ചെറുപ്പം ലുക്കില്. താങ്ക് യു. എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഇതേപോലത്തെ ഒരു
എന്താ പറയാ ഇങ്ങനെ ഓവർ പവറിങ് ആയിട്ടുള്ള ഒരാൾ. പക്ഷെ അതിങ്ങനെ തിരിഞ്ഞു വന്നപ്പോ എനിക്ക് ഞാൻ ഭയങ്കര എന്താ ത്രില്ലായി. അടുത്തെന്തായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിലാവാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ സംഭവിക്കാമല്ലോ. എപ്പോഴും എന്താ ആ ഒരു മെയിൽ ഡോമിനന്റ് ഫാമിലി തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പൊ തിരിച്ചു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നാണ് ശരിക്കും ഈ മൂവിയിൽ പറഞ്ഞു പോകുന്നത്. ലീഡിംഗ് ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മളിങ്ങനെ റെഗുലർലി മൂവീസിൽ അങ്ങനെ കാണാറില്ലല്ലോ. എപ്പോഴും പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ എപ്പോഴും പറയാറ്. അപ്പൊ തിരിച്ചു വരുമ്പോ എന്താണ് ആ മെയിൽ സൈഡിലുള്ള കഷ്ടപ്പാട് എന്നുള്ളതാണ് ഈ മൂവി പറഞ്ഞു പോകുന്നത്. അത് നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയാണ് പുള്ളിയുടെ കഷ്ടപ്പാടുകൾ, ഇങ്ങനെ ഒരു വൈഫ് ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ രസമായിരുന്നു. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. എനിക്കൊന്ന് കപ്പിൾസിന് ഒരുമിച്ച് പോയി കഴിഞ്ഞാലും അവർക്ക് രസമായിരിക്കും കാണാൻ. ഹാവ് ഫൺ.